ഞാൻ ഈ പറയുന്ന 8 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അനാവശ്യമായ കൺസ്യൂമർ ഡിസ്പ്യൂട്ടുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുവാനായി സാധിക്കും. ഒന്നാമതായി, നിങ്ങൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് വാങ്ങിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഏത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങുന്നത് എന്ന് കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമതായി, ഈ പ്രോഡക്റ്റിന് എത്രയാണ് മൊത്തം ചെലവ് വരിക, എത്രയാണ് അതിൻ്റെ ഹിഡൻ ചാർജസ് മുതലായ കാര്യങ്ങൾ നിങ്ങൾ രണ്ടാമതായി എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. ചില കേസുകളിൽ നിങ്ങൾക്ക് മെയിൻ്റനൻസ് ചാർജ് കൊടുക്കേണ്ടി വരും, ചിലതിന് നിങ്ങൾക്ക് ഷിപ്പിംഗ് കോസ്റ്റ് കൊടുക്കേണ്ടി വരും, ചിലതിന് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഫീ കൊടുക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് നേരിൽ കാണാത്ത ഹിഡൻ ചാർജസ് അല്ലെങ്കിൽ മൊത്തം എക്സ്പെൻസ് കോസ്റ്റ് എത്രയാണ് വരിക എന്നുള്ളത് നിങ്ങൾ വളരെ കൃത്യമായി തന്നെ പരിശോധിച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ക്വാളിറ്റിയും അതുപോലെ അതിൻ്റെ ഡ്യൂറബിലിറ്റിയും അതിൻ്റെ ലൈഫ് ടൈം എത്രയുണ്ടെന്ന് നിങ്ങൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്, നിങ്ങൾ പല റിസർച്ചുകളും നടത്തി പലതരത്തിലും പല പേപ്പറുകളിൽ കൂടെയും മറ്റ് മാധ്യമങ്ങളിൽ കൂടെയും ഈ പ്രൊഡക്റ്റിനെ പറ്റി, നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന പ്രൊഡക്റ്റിനെ പറ്റി കൃത്യമായ അന്വേഷണം നടത്തണം. അങ്ങനെ നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ആ പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി എത്രയാണ് എന്ന് അറിയൽ. അതുപോലെ തന്നെ ഇത് എത്ര കാലം ഈ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതിൻ്റെ ലൈഫ് സ്പാൻ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നാലാമതായി, ഇതിൻ്റെ റിട്ടേൺ പോളിസി എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്ചേഞ്ച് പോളിസി എന്താണ്, റീഫണ്ട് പോളിസി എന്താണ്, ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അഞ്ചാമതായി, നിങ്ങൾക്ക് കിട്ടുന്ന ഈ പ്രോഡക്റ്റിന് എത്ര കാലത്തെ വാറണ്ടി ഉണ്ടെന്നും അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽസ് സർവീസ് എങ്ങനെയാണ് മുതലായ കാര്യങ്ങളും നിങ്ങൾ വളരെ കൃത്യമായി തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന വാറണ്ടി കാർഡിൽ ഉള്ള ഡീറ്റെയിൽസ് അത് നിങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതൊരല്പം നീളം കൂടിയതാണ് എന്നുണ്ടെങ്കിലും അത് വായിച്ച് അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കി അത് എത്ര നാൾക്കാണ് നിലനിൽപ്പുള്ളത്, അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടീഷൻസ് എന്താണ്, എന്തെല്ലാം കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കുക, എപ്പോഴെല്ലാമാണ് നിങ്ങൾക്ക് വാറണ്ടി കിട്ടാതിരിക്കുക മുതലായ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൃത്യമായി പരിശോധിച്ച് മനസ്സിലാക്കണം. അതും കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു കംപ്ലൈന്റ് വന്നാൽ നിങ്ങൾക്ക് അത് എവിടെയാണ് കൊണ്ടുപോയി റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ കസ്റ്റമർ സർവീസ് പോയിന്റ് എന്ന് നിങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇതുകൂടാതെ നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രോഡക്റ്റ് ഒരു ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് എന്ന് നിങ്ങൾ കൃത്യമായി ചോദിച്ച് അറിയണം. കാരണം പലപ്പോഴും വ്യാജ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. നിങ്ങൾ ഒരു നല്ല പ്രോഡക്റ്റ് ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, നിങ്ങൾ നല്ല ഒരു ബ്രാൻഡഡ് ഐറ്റം ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രാൻഡഡ് ഐറ്റം ആണ് എന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ വ്യാജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഇട നൽകരുത്. അത് പരമാവധി ഒഴിവാക്കുവാനായിട്ട് നോക്കുക. ഇനി അടുത്തതായി നിങ്ങൾ നോക്കേണ്ടുന്ന 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ വാങ്ങിക്കുന്ന സെല്ലറെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ എന്നുള്ളത് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്, അല്ലെങ്കിൽ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് പത്രമാധ്യമങ്ങളിലെയും വാർത്താ ചാനലുകളിലെയും എല്ലാം പരസ്യങ്ങളും മറ്റും അതെത്ര കണ്ട് വിശ്വാസയോഗ്യമാണ്, ആ പ്രോഡക്റ്റ് എത്ര അധികം ആളുകൾ ഉപയോഗിക്കുന്നുവെന്നും അതുപോലെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക്, നമ്മൾ മൊബൈലിലാണെങ്കിൽ നെറ്റിലൂടെയെല്ലാം അതിന്റെ ഫീഡ്ബാക്സ്, കസ്റ്റമർ റിവ്യൂസ്, കസ്റ്റമർ ഫീഡ്ബാക്സ്, അങ്ങനെ അതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് എത്ര കണ്ട് ക്വാളിറ്റി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്തതായി നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ 8ാമത്തേതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റിന്റെ കമ്പാറ്റിബിലിറ്റിയാണ്. അതായത് നിങ്ങൾ എന്ത് ഉപകരണത്തിന് വേണ്ടി, എന്തൊരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കുന്നുവോ ആ കാര്യം സെർവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങളിത് വാങ്ങിച്ചത് കൃത്യമായ ഉപയോഗമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരണം. ഒരു ഉദാഹരണത്തിന്, നിങ്ങളൊരു മൊബൈലിന്റെ ഹെഡ്ഫോൺ വാങ്ങിച്ചാൽ അത് നിങ്ങളുടെ മൊബൈലിലേക്ക് സൂട്ടബിൾ ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരത്തക്ക രീതിയിൽ വേണം നിങ്ങളത് പരിശോധിച്ച് വാങ്ങിക്കുവാൻ. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ പൈസ കൊടുത്തതിന് ഒരു രസീതിയും, രണ്ടാമതായി നിങ്ങൾ അതിൻ്റെ ഇൻവോയ്സും
മൂന്നാമതായി അതിന്റെ ഗ്യാരണ്ടി കാർഡ്, അതിന്റെ വാറണ്ടി കാർഡ്, പിന്നെ എന്നാണ് ആ ഗ്യാരണ്ടിയും വാറണ്ടിയും എല്ലാം എക്സ്പയർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു രേഖാമൂലമുള്ള ആ സർവീസ് സെന്ററിന്റെയും അതുപോലെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വിറ്റ സ്ഥാപനത്തിന്റെയും എല്ലാ കൃത്യമായ വിവരണങ്ങളും ഉൾക്കൊള്ളുന്ന രേഖ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കാതെ ഭാവിയിൽ ഒരു കൺസ്യൂമർ ഡിസ്പ്യൂട്ട് വന്നാൽ നിങ്ങൾക്ക് കോടതിയെ, കൺസ്യൂമർ ഫോറത്തെ ഒക്കെ സമീപിക്കാവുന്ന